Good morning to all of you. Today we are going to discuss about computation of mean deviation under discrete series. Mean deviation from mean is equal to sigma f into x minus x bar divided by n, that is sigma f into d divided by n. Mean deviation from median, sigma f into x minus m divided by n, that is sigma f into d divided by n. Coefficient of mean deviation is equal to mean deviation divided by mean or median. Steps for calculation. Mean deviation മീനിൻ്റെ അടിസ്ഥാനത്തിലും മീഡിയൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആയതിനാൽ തന്നിരിക്കുന്ന സീരീസിൻ്റെ മീനോ മീഡിയനോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ ഐറ്റംസിൻ്റെ ഡീവിയേഷൻ എടുക്കുക. ഡീവിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്ലസ് സൈനോ മൈനസ് സൈനോ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അത് പലപ്പോഴും മോഡുലസ് ഡി, ആ സിമ്പിൾ അതാണ് ഉദ്ദേശിക്കുക. തുടർന്ന് ലഭ്യമായിരിക്കുന്ന ഓരോ ഡീവിയേഷനെയും അതിൻ്റെ കൺസേൺഡ് ഫ്രീക്വൻസീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡി നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം സിഗ്മ എഫ് ഡി എ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ വാല്യൂ ലഭിക്കുന്നതാണ്. Steps for calculation. മീൻ ഡീവിയേഷൻ മീനിൻ്റെ അടിസ്ഥാനത്തിലും മീഡിയൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആയതിനാൽ തന്നിരിക്കുന്ന സീരീസിൻ്റെ മീനോ മീഡിയനോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ ഐറ്റംസിൻ്റെ ഡീവിയേഷൻ എടുക്കുക. ഡീവിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്ലസ് സൈനോ മൈനസ് സൈനോ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അത് പലപ്പോഴും മോഡുലസ് ഡി, ആ സിമ്പിൾ അതാണ് ഉദ്ദേശിക്കുക. തുടർന്ന് ലഭ്യമായിരിക്കുന്ന ഓരോ ഡീവിയേഷനെയും അതിൻ്റെ കൺസേൺഡ് ഫ്രീക്വൻസീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡി നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം സിഗ്മ എഫ് ഡി എ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ വാല്യൂ ലഭിക്കുന്നതാണ്. സ്റ്റെപ്സ് ഫോർ കാൽക്കുലേഷൻ. മീൻ ഡീവിയേഷൻ മീനിൻ്റെ അടിസ്ഥാനത്തിലും മീഡിയൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആയതിനാൽ തന്നിരിക്കുന്ന സീരീസിൻ്റെ മീനോ മീഡിയനോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം
മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ ഐറ്റംസിൻ്റെ ഡീവിയേഷൻ എടുക്കുക. ഡീവിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്ലസ് സൈനോ മൈനസ് സൈനോ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അത് പലപ്പോഴും മോഡുലസ് ഡി, ആ സിമ്പിൾ അതാണ് ഉദ്ദേശിക്കുക. തുടർന്ന് ലഭ്യമായിരിക്കുന്ന ഓരോ ഡീവിയേഷനെയും അതിൻ്റെ കൺസേൺഡ് ഫ്രീക്വൻസീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡി നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം സിഗ്മ എഫ് ഡി എ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ വാല്യൂ ലഭിക്കുന്നതാണ്. Calculate mean deviation from mean and median and their coefficient. Salary 20, 30, 40, 50, 60 and 70. Number of persons 8, 12, 20, 10, 6 and 4. Computation of mean deviation from mean. Mean കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുക. ആയതിനാൽ എക്സ് എന്ന് പറയുന്ന സാലറി എന്ന് പറയുന്ന ഐറ്റം എക്സിൻ്റെ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രീക്വൻസീസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ആദ്യം മീനിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആയതിനാൽ മീൻ എന്ന് പറയുക സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോഴാണ് സിഗ്മ എഫ് എക്സ് ലഭിക്കുക. ആയതിനാൽ സിഗ്മ എഫ് എക്സ് എന്ന് പറയുക 2460. ടോട്ടൽ നമ്പർ ദാറ്റ് ഈസ് ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുക 60 ആണ്. ആയതിനാൽ മീൻ എന്ന് പറയുക 2460 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു ₹41 ആണ് മീൻ എന്ന് പറയുക. ഇനി തുടർന്ന് ഈ മീനിൽ നിന്നും എക്സ് എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ ഡീവിയേഷനാണ് തുടർന്ന് കാണുക. അതായത് 20 മൈനസ് 41 ദാറ്റ് ഈസ് 21. അതായത് മോഡുലസ് ഡി അഥവാ എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് മൈനസ് 41 ആണ്. അപ്പോൾ ഇതിനാൽ ഫസ്റ്റ് ഡീവിയേഷൻ എന്ന് പറയുക ഫസ്റ്റ് ഐറ്റം 20 ആണ്. 20 മൈനസ് 41 ദാറ്റ് ഈസ് 21. അവിടെ സൈൻ പരിഗണിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് 30 മൈനസ് 41 ദാറ്റ് ഈസ് 11. നെക്സ്റ്റ് 40 മൈനസ് 41 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് 50 മൈനസ് 41 ദാറ്റ് ഈസ് 9. നെക്സ്റ്റ് 60 മൈനസ് 41 ദാറ്റ് ഈസ് 19. ദെൻ നെക്സ്റ്റ് 70 മൈനസ് 41 ദാറ്റ് ഈസ് 29. ആ രീതിയിൽ മോഡുലസ് ഡി നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ലഭിക്കുന്നു. തുടർന്ന് ആ ഡിയുടെ ഓരോ വാല്യൂവിനെയും എഫ് കൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു ഡി നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് 21 ഇൻറ്റു 8 168, 11 ഇൻറ്റു 12 132, 1 ഇൻറ്റു 20 20, 9 into 10 90, 6 into 19 114, 29 into 4 116.
ആയതിനാൽ സിഗ്മ എഫ് ഇൻറ്റു ഡി എന്ന് പറയുക 640 ആണ് ലഭിക്കുക. ഇനി ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 640 divided by 60 is equal to rupees 10.67. Coefficient of mean deviation is equal to mean deviation divided by mean is equal to 10.67 divided by 41 is equal to 0.26. Computation of mean deviation from median. ഇവിടെ തന്നിരിക്കുന്ന സീരീസിൽ നിന്നും മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡീവിയേഷൻ എടുത്ത് മീൻ ഡീവിയേഷൻ കാണുന്ന രീതിയാണ്. മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ ഇക്വേഷൻ എന്ന് പറയുക മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1/2th ഐറ്റമാണ് മീഡിയൻ എന്ന് പറയുക. മീഡിയൻ കാണുന്നതിൻ്റെ ഭാഗമായി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് എന്ന് പറയുന്ന കോളത്തിൽ വേരിയബിൾസ് റെക്കോർഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രീക്വൻസി റെക്കോർഡ് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. സൈസ് ഓഫ് n+1/2th ഐറ്റം ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് 60 ആണ്. 60 + 1/2th ഐറ്റം ദാറ്റ് ഈസ് 61 divided by 2th ഐറ്റം ദാറ്റ് ഈസ് 30.5th ഐറ്റം എന്ന് പറയുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളത്തിൽ 30.5th ഐറ്റം എന്ന് പറയുന്നത് വരിക 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ആയതിനാൽ 40ക്ക് കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ആയതിനാൽ മീഡിയൻ എന്ന് പറയുന്നത് 40 ആണ്. തുടർന്ന് മീഡിയനിൽ നിന്നും ഓരോ ഐറ്റത്തിൻ്റെയും ഡീവിയേഷൻ കാണുക. അതായത് എക്സ് എന്ന് പറയുന്ന ഐറ്റം ഓരോ ഐറ്റത്തിൽ നിന്നും 40യുടെ ഡീവിയേഷൻ കാണുക. ഇവിടെയും പ്ലസ് ഓർ മൈനസ് സൈൻ ഇഗ്നോർ ചെയ്യുന്നു. 20 - 40 that is 20, 30 - 40 that is 10, 40 - 40 that is 0, 50 - 40 that is 10, 60 - 40 that is 20, 70 - 40 that is 30. തുടർന്ന് ഡീവിയേഷനെ ഓരോ ഡീവിയേഷനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് എഫ് ഇൻറ്റു ഡി ലഭിക്കുന്നു. അതിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് ഇൻറ്റു ഡി. അത് 620 ആണ് ലഭിക്കുക. തുടർന്ന് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 620 divided by 60 ഈസ് ഈക്വൽ ടു rupees 10.33 ആണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുക. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ഈസ് ഈക്വൽ ടു 10.33 divided by 40 is equal to 0.26. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. Computation of next one is computation of mean deviation under continuous series. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡിസ്ക്രീറ്റ് സീരീസുമായി ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സീരീസിൻ്റെ മിഡ് വാല്യൂ കണ്ടെത്തുക. ആ മിഡ് വാല്യൂ ആയിരിക്കും ഐറ്റംസ് ആയിട്ട് പരിഗണിക്കുക. ആ മിഡ് വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷൻ ആയിരിക്കും ഇവിടെ പരിഗണിക്കുക. ഇവിടെയും മീനിൽ നിന്നും മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എൻ is equal to sigma f x minus x bar divided by n
mean deviation from median, sigma f modulus d divided by n is equal to sigma f into x minus m divided by n. Coefficient of mean deviation is equal to mean deviation divided by mean or median. Calculate mean deviation from mean as well as from median and its coefficient from the following distribution. ആദ്യം തന്നിരിക്കുന്ന കണ്ടിന്യൂസ് സീരീസിൽ നിന്നും മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം മീനിൽ നിന്ന് മീനും വേരിയബിൾസും തമ്മിലുള്ള ഡീവിയേഷൻസ് എടുക്കുക. ദെൻ തുടർന്ന് മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ അതനുസരിച്ച് മീൻ ഡീവിയേഷൻ ലഭിക്കുന്നു. ദെൻ തുടർന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. ഈ രീതിയിൽ അത് പൂർത്തീകരിക്കുക.